ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യുമെന്റോ. നമ്മൾ ഇന്ന് ഹാഷ് ഫംഗ്ഷൻസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഹാഷ് ഫംഗ്ഷൻ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഹാഷ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതും ഹാഷ് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ അതിന്റെ യൂസേജ്, അതായത് ഹാഷ് ഫംഗ്ഷൻസ് നമ്മൾ ക്രിപ്റ്റോഗ്രഫിയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാഷ് ഫംഗ്ഷൻസ് നമ്മൾ ബ്ലോക്ക് ചെയിനിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോ എന്താണ് ഹാഷ് ഫംഗ്ഷൻ? ഹാഷ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫിക്സ്ഡ് ലെങ്ത് ഔട്ട്പുട്ട് സ്ട്രിങ്സ് ഫ്രം ആർബിട്രറിലി ലോങ് ഇൻപുട്ട് സ്ട്രിങ്സ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാഷ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ കയ്യിൽ ആർബിട്രറിലി ലോങ് ഇൻപുട്ട് സ്ട്രിങ്സ് ഉണ്ടെന്ന് വെക്കുക. ആർബിട്രറിലി ലോങ് ഇൻപുട്ട് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രിങ്സ് ഓഫ് ഡിഫറെന്റ് ലെങ്ത്സ്, പല പല ലെങ്തിലുള്ള കുറെ ഇൻപുട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ എല്ലാ ഇൻപുട്സിനെയും ഫിക്സഡ് ലെങ്ത് ഉള്ള ഔട്ട്പുട്ട് സ്ട്രിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ 001 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സ്ട്രിങ് ഉണ്ട്. ഇതിനെ എനിക്ക് 512 ബിറ്റ്സ് ഉള്ള ഒരു ഔട്ട്പുട്ട് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം നിങ്ങൾക്ക്. അതേപോലെ എന്റെ കയ്യിൽ വേറെ ഒരു സ്ട്രിങ് ഉണ്ട്. ഇപ്പൊ 1 2 3 4 എന്ന് പറയുന്ന 4 ഡിജിറ്റ്സ് ഉള്ള ഒരു സ്ട്രിങ്. ഇതിനെയും എനിക്ക് എന്ത് ചെയ്യണം? 512 ബിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഏത് ലെങ്തിലുള്ള ഇൻപുട്ട് ആണെങ്കിലും, ഇവിടെ 3 ഡിജിറ്റ്സ് ഉള്ളൂ, ഇവിടെ 4 ഡിജിറ്റ്സ് ആണ്, ഇനി 6 ഡിജിറ്റ് ആയിക്കോട്ടെ 10 ഡിജിറ്റ് ആയിക്കോട്ടെ, എത്ര ക്യാരക്ടേഴ്സ് ഉള്ള ഇൻപുട്ട് കിട്ടിയാലും അതിനെയാണ് നമ്മൾ ആർബിട്രറിലി ലോങ് ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ലെങ്ത് ഉള്ള ഇൻപുട്ട് സ്ട്രിങ് കിട്ടിയാലും നമുക്ക് ഫിക്സ്ഡ് ലെങ്ത് ആയിട്ടുള്ള ഔട്ട്പുട്ട് സ്ട്രിങ്സ് ജനറേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ ഫിഗർ കാട്ടിത്തരാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, നമ്മളുടെ കയ്യിലുള്ള ഫസ്റ്റ് ഇൻപുട്ട് ആണ് ഡോഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡോഗ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിൽ നമ്മളൊരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന നമ്മളുടെ ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് 3 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. പക്ഷെ നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 ക്യാരക്ടേഴ്സ് ആണ്. സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഫ്ലവർ. അപ്പൊ ഫ്ലവർ എന്ന് പറയുന്നത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 6 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഇൻപുട്ട് ആണ് ഫ്ലവർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത സെയിം ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വേറൊരു 20 ക്യാരക്ടേഴ്സിന്റെ ഔട്ട്പുട്ട് കിട്ടി. സിമിലർലി നമ്മൾ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ഇൻപുട്ട്, ഡോഗ് പ്ലേസ് വിത്ത് ഫ്ലവർ, അപ്പൊ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്തപ്പോൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? സെയിം ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. സോ നമുക്ക് സെയിം ലെങ്ത് ഉള്ള, അതായത് 20 ക്യാരക്ടേഴ്സ് ലെങ്ത് ഉള്ള ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ ആർബിട്രറിലി ലോങ് ആയിട്ടുള്ള സ്ട്രിങ്സിന് ഒരു ഹാഷ് ഫംഗ്ഷനിലോട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഹാഷ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിക്സ്ഡ് ലെങ്ത് ആയിട്ടുള്ള ഔട്ട്പുട്ട് സ്ട്രിങ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഹാഷ് ഫംഗ്ഷൻ. അപ്പൊ ഇതിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇല്ലേ, ഈ ഔട്ട്പുട്ടിന് നമ്മൾ ഹാഷ് വാല്യൂ എന്നാണ് പറയുന്നത്. ഹാഷ് വാല്യൂ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡൈജസ്റ്റ്. നമ്മൾ ഡൈജസ്റ്റ് എന്നും പറയും, അതുപോലെ ഹാഷ് വാല്യൂ എന്നും പറയും. ഇനി ഈ ഹാഷ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മൾ കീ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫിക് പ്രിമിറ്റീവ്സ് പറഞ്ഞപ്പോൾ 3 ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ കീ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കീ യൂസ് ചെയ്യുന്നതിൽ തന്നെ 2 തരത്തിലുണ്ടായി. സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ഉണ്ടായി, അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ഉണ്ടായി. അപ്പൊ അതാണ് 2 ടൈപ്പ് ഓഫ് പ്രിമിറ്റീവ്സ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കീ യൂസ് ചെയ്യാണ്ട് ചെയ്യണ മെത്തേഡ് ആയിരുന്നു. അപ്പൊ അതാണ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹാഷ് ഫംഗ്ഷൻസ് ആർ കീലെസ് ക്രിപ്റ്റോഗ്രഫിക് പ്രിമിറ്റീവ്സ്. ഇനി ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് ഡാറ്റ ഇന്റഗ്രിറ്റി. ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അയക്കുന്ന ആ ഡാറ്റനെ സെക്യൂർ ആക്കുന്ന ഒരു ഫീച്ചറാണ് ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ആ ഡാറ്റയിൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറെ കൂടി ക്ലിയർ ആവും. ഹാഷ് ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് ഡാറ്റ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്സ് യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇമെയിൽ സെർവറിലോട്ട് ലോഗിൻ ചെയ്യാൻ നോക്ക്. ഇപ്പോ ജിമെയിൽ ആയിക്കോട്ടെ, യാഹു ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇമെയിൽ സെർവറിന് ഇമാജിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ സപ്പോസ് ഐ എം ടേക്കിംഗ് ജിമെയിൽ ആസ് എ എക്സാമ്പിൾ. ഓക്കെ, നമ്മൾ ആദ്യം നമ്മളുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കും.
അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പാസ്വേഡ് എന്താന്ന് വെച്ചാൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഈ ജിമെയിലിന്റെ ഒരു ഡാറ്റാബേസ് സെർവർ ഉണ്ടായിരിക്കും. ഈ ഡാറ്റാബേസിന്റെ അകത്താണ് ഇവരെന്ത് ചെയ്യുക, ഓരോ യൂസർ നെയിമും പാസ്വേഡ്സും സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്റെ യൂസർ നെയിം ഇപ്പൊ ABC എന്നാണെന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ യൂസർ നെയിം. എന്റെ പാസ്വേഡ് എന്ന് പറയുന്നത് 1234 എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ജിമെയിലിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ യൂസർ നെയിമും പാസ്വേഡും ഈ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മൾ ABC എന്ന് പറയുന്ന യൂസർ നെയിം, ABC എന്ന് പറയുന്ന യൂസർ നെയിമിന്റെ കറസ്പോണ്ടിങ് പാസ്വേഡ് എന്താന്നുള്ളത് നമ്മൾ ഈ ഡാറ്റാബേസിൽ സേവ് ചെയ്യും. അപ്പൊ ഇവിടെ പാസ്വേഡ് ഇപ്പൊ സപ്പോസ് നമ്മൾ 1234 തന്നെയാണ് സേവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷെ നമ്മൾ ഡാറ്റാബേസിൽ ആക്ച്വലി പാസ്വേഡ് അതേപോലെ തന്നെ അല്ല സ്റ്റോർ ചെയ്യുന്നത്, നമ്മളിവിടെ ഹാഷിംഗ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ സപ്പോസ് നമ്മൾ പാസ്വേഡ് അതേപോലെ തന്നെ സേവ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു അറ്റാക്കർ ഉണ്ടെന്ന് വെക്ക്. ദിസ് ഈസ് അവർ അറ്റാക്കർ. ഈ അറ്റാക്കർ ഈ ഡാറ്റാബേസിനെ ഹാക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇയാൾക്ക് ABC എന്ന് പറയുന്ന യൂസർ നെയിമിന്റെ പാസ്വേഡ് 1234 ആണെന്നുള്ളത് കിട്ടും, റൈറ്റ്? അപ്പൊ ഇയാൾക്ക് അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ ആൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂവിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതേ സിനാരിയോ തന്നെ നമുക്ക് ഹാഷിംഗ് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഹാഷിംഗ് വരുന്ന സമയത്ത് നമ്മളുടെ ഈ പാസ്വേഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാഷ് ഫംഗ്ഷനിൽ കൂടി പാസ് ചെയ്യും. അപ്പൊ ഈ ഹാഷ് ഫംഗ്ഷനിൽ കൂടി പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ, അല്ലെങ്കിൽ നമ്മുടെ ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ഡൈജസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ലെങ്ത് ഉള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും, അല്ലെ? ഫിക്സ്ഡ് ലെങ്ത് ഉള്ള ഒരു ഔട്ട്പുട്ട് സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് ഇൻപുട്ടിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പാസ്വേഡ് എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ 1234 അല്ല, എന്റെ ഒരു എജ്യൂമെന്റോ 1234 ഇതാണ് എന്റെ പാസ്വേഡ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് കുറെ കൂടി ലെങ്ത് ഉള്ളൊരു പാസ്വേഡ് ആണ്, അല്ലെ? ഈ പാസ്വേഡിനെ ഞാൻ ഈ ഒരു ഹാഷ് ഫംഗ്ഷനിലൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും എനിക്ക് കിട്ടുന്ന സെയിം ഫിക്സഡ് ലെങ്ത് ഉള്ള ഒരു ഔട്ട്പുട്ട് സ്ട്രിങ് ആയിരിക്കും. ഇപ്പൊ ഈ 1234 എന്നുള്ളതിനെ ഞാൻ കൺവേർട്ട് ചെയ്തപ്പോ, ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് ഒരു 25 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എജ്യൂമെന്റ് 1234 എന്ന് പറയുന്ന പാസ്വേഡിന് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴും എനിക്ക് കിട്ടുന്നത് എന്താ, 25 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഔട്ട്പുട്ട് സ്ട്രിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഡാറ്റാബേസിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? ഈ ഹാഷ് വാല്യൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കണ ആ ഒരു ഔട്ട്പുട്ട് ഇല്ലേ, ഡൈജസ്റ്റ്, ആ ഡൈജസ്റ്റിനെയാണ് നമ്മൾ ഈ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യുക. അതായത് ABC എന്ന് പറയുന്ന യൂസർ നെയിം, അയാളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ പാസ്വേഡ് ഡയറക്ട്ലി സ്റ്റോർ ചെയ്യില്ല, പകരം അതിന്റെ ഡൈജസ്റ്റ് വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ അറ്റാക്കർ ഈ ഡാറ്റാബേസിനെ ഹാക്ക് ചെയ്തെടുത്തു നോക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ അറ്റാക്കർക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുക? അറ്റാക്കർക്ക് ABC എന്നുള്ള യൂസർ നെയിം കിട്ടും, കാരണം നമ്മൾ യൂസർ നെയിം ഡയറക്ട്ലി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ അയാൾക്ക് കിട്ടുന്ന പാസ്വേഡ് എന്തായിരിക്കും? അയാൾക്ക് 1234 എന്ന് പറയുന്ന പാസ്വേഡ് കിട്ടില്ല, പകരം ഇവിടെ എന്ത് ഡൈജസ്റ്റ് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തേക്കുന്ന ആ ഡൈജസ്റ്റ് വാല്യൂ ആണ് ഈ അറ്റാക്കർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഹാഷിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് വൺ വേ പ്രോപ്പർട്ടി എന്ന് പറയും. അതായത് ഈ ഒരു ഡൈജസ്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് പാസ്വേഡ് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റരുത്. അതാണ് നമ്മൾ വൺ വേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരു സൈഡിലോട്ടൊക്കെ ട്രാൻസാക്ഷൻ ഉള്ളൂ, ബാക്കിലോട്ടുള്ള ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇമ്പോസിബിൾ ആണ്. ഓക്കെ, സോ ഈ അറ്റാക്കർക്ക് ഈ വാല്യൂ കിട്ടിയാലും, ഈ ഡൈജസ്റ്റ് വാല്യൂ കിട്ടിയാലും അത് യൂസ്ലെസ് ആയി മാറുകയാണ്. അത് വെച്ചിട്ട് അയാൾക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ എക്സാമ്പിൾ ഞാൻ ആക്ച്വൽ ഫിഗർ കാട്ടിത്തരാം. ഇപ്പൊ നമ്മളുടെ യൂസർ നെയിം ഇതാണ്, ഒരു യൂസർ നെയിം തന്നിട്ടുണ്ട്. ഇപ്പൊ പാസ്വേഡ് എന്ന് പറയുന്നത് ഈ ഒരു പാസ്വേഡ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത് ഈ പാസ്വേഡിൽ മാത്രമാണ് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ യൂസർ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പാസ്വേഡിനെ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഷ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ ഈ പർപ്പിൾ കളറിൽ കാണുന്നതാണ് നമ്മുടെ പാസ്വേഡിന്റെ ഹാഷ് വാല്യൂ. അപ്പോൾ ഇത് നമ്മുടെ യൂസർ നെയിം, DEGE എന്ന് പറയുന്നത് ഇത് നമ്മുടെ യൂസർ നെയിം. ഇവിടെ കാണാം, നമ്മുടെ യൂസർ നെയിം ആണ് ഇവിടെ ബ്ലാക്ക് കളറിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ യൂസർ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഹിയർ യു ക്യാൻ സി ഇമെയിൽ കമ്പനി സ്റ്റോർസ് ഡീറ്റെയിൽസ് വിത്ത് പാസ്വേഡ് ഹാഷ്. പാസ്വേഡ് അല്ല സ്റ്റോർ ചെയ്യുന്നത്, പാസ്വേഡിന്റെ ഹാഷ് വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു അറ്റാക്കർ, ഇതാണ് ഒരു ഹാക്കറിനെ കാട്ടിയിട്ടുണ്ട് ഇവിടെ. ദിസ് ഈസ് അവർ ഹാക്കർ. അപ്പൊ ഹാക്കർ ഈ ഡാറ്റാബേസിനെ ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽ എന്താ? ഈ ഡാറ്റാബേസിന്റെ അകത്ത് കിടക്കുന്ന ഡീറ്റെയിൽ ആണ്, റൈറ്റ്? അപ്പൊ അയാൾക്ക് യൂസർ നെയിം കറക്റ്റ് യൂസർ നെയിം കിട്ടും, പക്ഷെ പാസ്വേഡിന് പകരം അയാൾക്ക് എന്താ കിട്ടുക? പാസ്വേഡിന് പകരം
അയാൾക്ക് ആ പാസ്വേഡിന്റെ ഹാഷ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഹാഷ് വാല്യൂ വെച്ചിട്ട് അയാൾക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഹാഷ് വാല്യൂവിനെ റിവേഴ്സ് ചെയ്ത് പാസ്വേഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാസ്വേഡിനെ അവിടെ സെക്യൂർ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ യൂസർ രണ്ടാമത് ലോഗിൻ ചെയ്യുമ്പോഴോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹാഷ് വാല്യൂ വെച്ചാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇനി രണ്ടാമത് ഇയാൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഹാഷ് വാല്യൂ അല്ലേ ഡാറ്റാബേസിൽ കിടക്കണം. അപ്പൊ എങ്ങനെ ഇയാൾ ലോഗിൻ ചെയ്യാം? അപ്പൊ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ പാസ്വേഡ്, ഇപ്പൊ ഇവിടെ കിടക്കുന്ന പാസ്വേഡ് എന്താ, HODLYODL, റൈറ്റ്? അപ്പൊ ആ ഒരു പാസ്വേഡ് തന്നെ വെച്ചിട്ടാണ് യൂസർ ലോഗിൻ ചെയ്യുക. അപ്പൊ ലോഗിൻ ചെയ്യുന്ന സമയത്തും ഈ പാസ്വേഡിൽ സെയിം ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു സെയിം ഹാഷ് വാല്യൂ നേരത്തെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്തോ ആ ഹാഷ് വാല്യൂ തന്നെ ഈ ലോഗിൻ ചെയ്യുന്ന സമയത്തും ക്രിയേറ്റഡ് ആവും. അപ്പോൾ ആ ഹാഷ് വാല്യൂ യൂസറിന്റെ ഡാറ്റാബേസിൽ കിടക്കുന്ന ഹാഷ് വാല്യൂ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. സെയിം ആണെങ്കിൽ അയാൾക്ക് ലോഗിൻ അലൗഡ് ആയിട്ട് കൊടുക്കും. അതല്ല ഹാഷ് വാല്യൂ ഡിഫറെന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ അടിച്ച പാസ്വേഡ് റോങ് ആണെന്നാണ്. സോ ആ കേസിൽ അയാളുടെ ആക്സസ് ഡിനൈഡ് ആവും. ക്ലിയർ? നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് ഹാഷ് ഫംഗ്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാഷ് ഫാമിലീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ MD എന്ന് പറയുന്ന ഒരു ഹാഷ് ഫാമിലി ഉണ്ട്. MD മീൻസ് മെസ്സേജ് ഡൈജസ്റ്റ്. പിന്നെ അതുപോലെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ ആണ് SHA എന്ന് പറയുന്നത്. SHA മീൻസ് സെക്യൂർ ഹാഷ് അൽഗോരിതം. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് വേൾപൂൾ. ഇതുപോലെ കുറെ ടൈപ്പ് ഓഫ് ഹാഷ് ഫാമിലീസ് ഉണ്ട്. നമ്മൾ ഫാമിലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഹാഷ് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോ MD എന്ന് പറയുന്ന മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് MD2 എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്, MD4 എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്, MD5 എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഹാഷ് ഫംഗ്ഷൻസ് ഈ മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഫാമിലിയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ MD2, MD4, MD5 ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ളതാണ് MD5 എന്ന് പറയുന്ന അൽഗോരിതം. ഓക്കെ, അതുപോലെ നമ്മൾ SHAയുടെ കേസ് എടുക്കുകയാണെങ്കിൽ SHAയുടെ കേസിൽ SHA0 ഉണ്ട്, SHA1 ഉണ്ട്, SHA2 ഉണ്ട്, അതുപോലെ SHA3 ഉണ്ട്. ഈ 4 വേരിയൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയന്റ് ആണ് SHA2 എന്ന് പറയുന്നത്. കാരണം SHA2 എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു അൽഗോരിതം ആണ്. ഇതുവരെ ഒരു സക്സസ്ഫുൾ അറ്റാക്ക് SHA2 ഉണ്ടായിട്ടില്ല. പല അറ്റാക്സും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു അറ്റാക്കും SHA2 സക്സസ്ഫുള്ളി അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. SHA2 കുറെ കൂടി സെക്യൂർ ആയിട്ടുള്ളതാണ് SHA3 എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത് SHA2 ആണ്. ഇനി ഇൻ ഫ്യൂച്ചർ SHA3 ചിലപ്പോൾ കുറെ കൂടി പോപ്പുലർ ആയിരിക്കും. SHA3 എന്ന് പറയുന്നത് 2 സെക്യൂർ ആണ്, അതുപോലെ ഫാസ്റ്റസ്റ്റും ആണ്. ബട്ട് നൗ വി ആർ യൂസിങ് SHA2. ഇനി ഈ SHA2 തന്നെ കുറെ വേരിയൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് SHA256 എന്ന് പറയുന്ന അൽഗോരിതം. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ SHA256 വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലായാലും പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായാലും ഒക്കെ SHA ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ SHA256 എന്താണെന്നുള്ളത് ഇടാം. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് അത് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാഷ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് എ ഹാഷ് ഫംഗ്ഷൻ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹാഷ് യൂസ് ചെയ്യുന്നത്, അത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഹാഷ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതുപോലെ ക്രിപ്റ്റോഗ്രഫിയിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഹാഷ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഒന്നിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, സോ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.